എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? വീഡിയോ ഇടാനൊക്കെ എന്താ അറിയില്ല, ഒരു മടിയും വിഷമൊക്കെ. അപ്പോൾ ഡെയിലി വീഡിയോ ഇടാൻ ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ ഞാനിപ്പോൾ. വ്യൂവും കാര്യങ്ങളൊക്കെ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്, വീഡിയോ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടും ലൈക്കും കമൻറ്റും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയുമ്പോഴാണല്ലോ നമുക്ക് പിറ്റേ ദിവസമൊക്കെ വീഡിയോ ഇടാനായിട്ട് തോന്നുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു ഏണിങ്സ് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ വീഡിയോ ഇത്രയും കഷ്ടപ്പെട്ടിടുന്നത്. അല്ലാണ്ട് നമുക്ക് വേറൊരു പണിയില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ വെറുതെ ചുമ്മാ ടൈം പാസിനൊന്നും വേണ്ടിയിട്ടല്ല കേട്ടോ. നമ്മളെപ്പോലെയുള്ള ആൾക്കാർ, ഒരുപാട് ആൾക്കാർ യൂട്യൂബ് ചാനൽ കൊണ്ട് ജീവിക്കുന്നവരുണ്ടാവും. അവർക്കൊക്കെ ഒരു വരുമാനം കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് തന്നെ ആയിരിക്കും അവർ തുടങ്ങിയിട്ടുണ്ട്. ഞാനും അതിലൊരാളാണ് കേട്ടോ. എന്തെങ്കിലും ഒരു ഏണിങ്സ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമുക്ക് വാടക വീട്ടിൽ നിന്നൊക്കെ മാറിയൊരു വീടും സ്ഥലമൊക്കെ എടുത്ത് വേറെ വാങ്ങണം. വീട് എടുത്തിട്ടില്ലെങ്കിലും ഒരു സെൻറ്റ് ഭൂമിയിൽ നമുക്ക് വാങ്ങണം എന്നുള്ളൊരു, എനിക്ക് എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ ഈ ഒരു യൂട്യൂബിൽ നിന്ന് കിട്ടുന്നത് അതൊരു ഹെൽപ്പ് ആവുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഒന്നും ഇവിടെ എത്തിപ്പെട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാനൊക്കെ പറ്റുള്ളൂ. ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എന്നാലും ഞാൻ പറയുകയാണ്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ രാവിലെ ഞാൻ ചായയും കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുപ്പ് കത്തിച്ചിട്ട് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് ചോറൊക്കെ ആക്കിയെടുത്തിട്ടപ്പോൾ അടുപ്പ് കത്തിക്കാനായിട്ട് ഭയങ്കര മടിയാണ്. ഇപ്പോൾ വിറക് കുറവാണ്. നമ്മൾ നിൽക്കുന്ന ഈ വീട്ടിൽ പറമ്പിൽ വിറക് അത്ര പേർക്ക് കത്തിക്കാനില്ല. പിന്നെ നമ്മൾ ഗ്യാസുമ്മ തന്നെയാണല്ലോ അധികം വെച്ചുണ്ടാക്കലൊക്കെ. ഇപ്പോൾ ഗ്യാസുമ്മ തന്നെ വെക്കാനിപ്പോൾ എനിക്ക് ആദ്യത്തെ പോലെ വലിയൊരു ഉഷാറൊന്നുമില്ല. കാരണം അടുപ്പത്ത് വെക്കുമ്പോൾ പെട്ടെന്ന് സാധനങ്ങളായി കിട്ടുകയും ചെയ്യും. പിന്നെ അത് ഒരു ആസ്വദിച്ചിട്ടുള്ളൊരു പാചകം ചെയ്യലാണ് അടുപ്പത്ത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ചോറൊക്കെ ആകുന്നതിന് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നത്തോലി പീര വറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ തേങ്ങയൊക്കെ ഒന്ന് ഒതുക്കിയെടുത്ത് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒതുക്കിയെടുത്ത് ചെറിയ ജീരകവും പിന്നെ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് പിന്നെ പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ഞാൻ തേങ്ങയിൽ കൂട്ടിയിട്ട് ഒതുക്കിയെടുത്താൽ കേട്ടോ. അപ്പോൾ അത് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ പാവയ്ക്കാത്തോരന് ഞാൻ ഗ്യാസുമ്മ തന്നെ ഉണ്ടാക്കി. പിന്നെ മത്തി കൊടുന്നതിനത് പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർ ആൾക്കാർ, ഒരുപാട് ആൾക്കാർ അവർക്ക് വേറെ ജീവിക്കാൻ വഴി ഉണ്ടെങ്കിൽ അവർ വേറെ ഇതിനൊന്നും പോവില്ല. പിന്നെ ഇതൊരു ടൈം പാസ്സായിട്ട് നേരം പോകാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഒരു പാഷനായിട്ട്, പിന്നെ വരുമാനമൊന്നും ആഗ്രഹിച്ചിട്ട് അല്ലാതെ വരുമാനമൊന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, അവർക്കിതൊരു എൻജോയ്മെൻ്റായിട്ട് കൊണ്ടെടുക്കുന്നവരുണ്ടാവും. പക്ഷെ എന്നെപ്പോലെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ യൂട്യൂബിൽ. എന്താ പറയുക, വരുമാനം ആഗ്രഹിച്ചിട്ട് തന്നെ അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് പരിമിതിക്കുള്ളിലായിരിക്കും അവർ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ഞാനും അത്തരത്തിലുള്ള ഒരാളാണ് കേട്ടോ. എൻ്റെ ഈ ഒരു പരിമിതിക്കുള്ളിൽ എത്രത്തോളം വൃത്തിയാക്കിയിട്ട് എടുക്കാൻ പറ്റും അത്രത്തോളം ഇതിൽ ഞാൻ എടുക്കുന്നുണ്ട് മാക്സിമം. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എൻ്റെ ഒരു ആഗ്രഹമാണ് ഈ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും കിട്ടാതെ എന്തെങ്കിലും നേടിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വാങ്ങാൻ, അത് വേറെ ഒന്നുമല്ല, സ്വർണം ഒന്നും വാങ്ങാനുള്ളതല്ല, ഒരു സെൻറ്റ് ഭൂമിയെങ്കിലും വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് നിൽക്കാൻ എനിക്ക് സഹായിക്കണം, അത്രേ ഉള്ളൂ. എനിക്ക് ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ ഞാനിങ്ങനെ പറയും, ഇങ്ങനെ എന്താ പറയുക, ഇത്ര ഒരു പ്രതീക്ഷയോട് കൂടിയല്ല. പിന്നെയാണ് നമുക്ക് ഏണിങ്സ് കിട്ടുമെന്നൊക്കെ അറിഞ്ഞപ്പോൾ നമ്മൾ ഇതിനൊരു ഇമ്പോർട്ടൻ്റ് കൊടുത്തത്. ഇപ്പോൾ നമുക്ക് കുക്കിംഗ് ചെയ്യാനുള്ള സാധനങ്ങളും ഒക്കെ വാങ്ങിത്തരും നമ്മളെ ഭർത്താക്കന്മാരല്ല. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നെ അറിയുന്ന ആൾക്കാർ എനിക്ക് കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് സഹായം ചെയ്ത് തന്നിട്ടുണ്ട്. എനിക്ക് ഈ ഒരു ചാനലിന് വേണ്ടിയിട്ട്, ചാനലിൽ കുക്കിംഗ് ചെയ്യാനുള്ള ഫോണ് വാങ്ങാനായിട്ടും ഫോൺ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ എല്ലാ കാര്യങ്ങളും, പാത്രങ്ങളാണേലും എനിക്ക് സഹായം കിട്ടിയിട്ടുണ്ട്. അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല കേട്ടോ. നമുക്ക് ആരെന്ത് സഹായം ചെയ്താലും നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഞാൻ പറയാം, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതിൽ. അപ്പോൾ പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, വീഡിയോ നിങ്ങൾ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക.